മില്ലുടമകളുടെ പിടിവാശി മൂലം കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാനാകാത്തതിലും നേരത്തെ സംഭരിച്ച നെല്ലിന്റെ പണം എപ്പോൾ കിട്ടുമെന്ന് വ്യക്തതയില്ലാത്തതിനാലും ജില്ലയിലെ നെൽകർഷകർ കടുത്ത ദുരിതത്തിൽ. ചെറുതും വലുതുമായി 420 പാടങ്ങളിലാണ് ഇത്തവണ പുഞ്ചകൃഷി ഇറക്കിയത്. മില്ലുകാർ ആവശ്യപ്പെടുന്ന കിഴിവ് നൽകിയാൽ വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. 58,323 ടൺ നെല്ല് ഇക്കുറി ജില്ലയിൽ നിന്നും സംഭരിക്കാനാവുമെന്നാണ് സപ്ലൈകോയുടെ പ്രതീക്ഷ. 46,893 ടൺ നെല്ല് സംഭരിക്കാൻ 28 മില്ലുകാർക്ക് അനുമതിയും നൽകിയിട്ടുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ് പാടവരമ്പത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് ടൺ കണക്കിന് നെല്ല്. ഇത് കൃത്യമായി സംഭരിച്ചില്ലെങ്കിൽ മഴ വന്നാൽ നെല്ല് നനഞ്ഞ് കുതിർന്നു പോകുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. സർക്കാരും മില്ലുടമകളും പാടി ഓഫീസർമാരും കിഴിവ് കൊള്ളയ്ക്കായി ഒത്തുകളിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും നെൽ കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധിയുടെ നടുക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. നെല്ലെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ, നെല്ല് സംഭരിക്കേണ്ട ഗവൺമെന്റ് സംഭരിക്കാത്ത അവസ്ഥ, സംഭരിക്കാൻ തയ്യാറാവാതെ നിൽക്കുന്ന മില്ലുകാരോട് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന സർക്കാരും മില്ലുകാരും പാടി ഉദ്യോഗസ്ഥന്മാരും ചേർന്നുള്ള വലിയ ഒരു കിഴിവ് കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കർഷകരുടെ നെല്ലെടുക്കാത്തത്. ഗുണനിലവാരമുള്ള നെല്ലിന് പോലും ക്വിന്റലിന് 4 മുതൽ 20 കിലോ വരെ കിഴിവാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. കൂടാതെ 1300 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുമുണ്ട്. ഈ പണം ലഭിക്കാനുള്ള കാലതാമസവും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. കിഴിവിന്റെ പേരിലുള്ള മില്ലുകാരുടെ പിടിവാശിയും സംഭരിച്ച നെല്ലിന് ബാങ്കിൽ നിന്ന് എപ്പോൾ പണം ലഭിക്കുമെന്നതുമാണ് കർഷകരെ വലയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.